മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ ഭാരം മുഴുവൻ ധ്യാന്റെ തലയിലേക്ക് വീഴാൻ കാര്യം അച്ഛൻ അറിയപ്പെട്ട സ്ക്രിപ്റ്റ് റൈറ്റർ, ഡയറക്ടർ, നടൻ കേട്ടോ. സിനിമയിൽ ഇനി പുള്ളി പരീക്ഷിക്കാത്ത ഒരു പരിപാടിയില്ല. നിർമ്മിക്കാനും പോയല്ലോ, നിർമ്മാതാവ് കഥ പറയുമ്പോഴുള്ള സിനിമകളും എടുത്തു. പിന്നെ എനിക്ക് തോന്നുന്നത് സ്ത്രീവേഷം ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടിയിട്ടുണ്ട്. അത് ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. മറ്റേ ആളാണെങ്കിൽ സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ പ്രതിഭ, പിന്നെ സിനിമ ചലച്ചിത്ര പിന്നണിക്കായി നിർമ്മാതാവ്, ഡയറക്ടർ, മെയിൻ ആക്ടർ, എല്ലാം അഭിനയിച്ച പടങ്ങൾ ഹിറ്റ് കേട്ടോ. ഒന്നാമത് നമ്മുടെ ആൾക്കാർ കുഞ്ഞ് പ്രസവിച്ചാൽ തന്നെ മൻമോഹൻ സിംഗിന്റെ ലുക്ക് ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർ കംപ്ലീറ്റ് മൊത്തം പ്രതിഭയും ഈ ഭാരം ചുമക്കുന്ന ഞാനാ. അത് വലിയൊരു ടെൻഷൻ അല്ലേ? ഇപ്പൊ ഇല്ല, ലയബിലിറ്റി മാറി. മാത്രമല്ല ഇപ്പൊ എനിക്കെന്ന് പറയാം, വിനീത് കേട്ടാ വിനീത് അസൂയ എന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ യഥാർത്ഥത്തില് ഈ ഇന്റർവ്യൂ ഇങ്ങനെ വന്നതിന് തുടങ്ങി പ്രതീക്ഷിച്ചില്ല ഹിറ്റ് ആവുമെന്നുള്ളത്. അല്ല, ധ്യാനിപ്പോ സൂപ്പർ ഹിറ്റാ അതില് മാത്രം. അല്ല, അത് തന്നെ മറ്റേ കാര്യം ധ്യാൻ ഈ ഹിറ്റാക്കിയ ആൾക്കാർ സിനിമ പോയി കൃത്യമായിട്ട് കണ്ടിരുന്നെങ്കിൽ കൺവേർട്ട് ചെയ്യും. അല്ല, ഈ പറഞ്ഞ എന്റെ ചേട്ടന് ഞാൻ വേണ്ടി വന്നു, അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്റെ ഇന്റർവ്യൂ വേണ്ടി വന്നു, എന്റെ അഭിനയം വേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ ഇനി വെറുപ്പിക്കാൻ ധൈര്യപ്പെടത്തില്ല വിനീത്. കാരണം വിനീത് സിനിമ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? കാരണം ഇന്റർവ്യൂ വരെ ആള് വേണമല്ലോ. ഓക്കെ, അങ്ങനെ വിനീത് എപ്പോഴെങ്കിലും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ, വന്നൊന്ന് പറയടാ? ഇനി പറയായിരിക്കും ചിലപ്പോ. പറയാം. മാത്രമല്ല ഇതും കൂടെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്ത് ഇത് ആൾക്കാരെ കണ്ടു കഴിയുമ്പോഴേ ഇത് ലോകതലത്തിൽ അംഗീകരിക്കപ്പെട്ടല്ലോ. കാരണം ഇങ്ങനെ ഒരാളാണ് ഇന്റർവ്യൂ പറഞ്ഞ് സിനിമയെ തള്ളി നേരെയാക്കുന്ന ആളാണ്. അല്ല, ഞാൻ ആ സിനിമയെ തരക്കേടിലാണ്ട് അഭിനയിക്കുകയും ചെയ്തു കേട്ടോ. ആണോ? അല്ല, ഈ വിനീത് ഡയറക്ട് ചെയ്ത പടങ്ങളിലെ ഞാൻ നന്നായിട്ട് ഷോട്ടിലൊക്കെ നിന്നാൽ നല്ല നല്ല ഭാവാദികളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാവം എന്തായിരിക്കും? ചില സാധനങ്ങളൊക്കെ പുള്ളി അഭിനയിച്ച് കാണിക്കും. ഓ, അതുണ്ടല്ലേ? ചില സാധനങ്ങൾ. പുള്ളി നല്ല ആക്ടറാ. അപ്പൊ ഞാനത് പലപ്പോഴും ഇത് ചെയ്യാൻ പാടില്ല എന്ന് വെച്ച് നമ്മളൊരു സാധനം ചെയ്യും, റെഫറൻസ് വെക്കുമല്ലോ. അപ്പൊ ഞാൻ പുള്ളിയോട് പറയും, ഞാൻ ഒരെണ്ണം ചെയ്യാം, അത് ഓക്കെ ആണ്, അത് കൊള്ളാവോന്ന് നോക്ക്, ഇത് വേണ്ടാന്ന് ഞാൻ പലപ്പോഴായിട്ട് അങ്ങനെ. തന്റെ മോഡൽ ഇവിടെ വേണ്ടെന്ന് പറയൂ? അപ്പൊ കൃത്യമായിട്ട് പ്രൊഫഷണൽ ആണല്ലോ. അങ്ങനെ പറയില്ല, ധൈര്യമില്ല. ധൈര്യത്തിന്റെ അല്ല, പുള്ളി ചിലത് കാണിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ അതിന് മുളയിലെ നുള്ളിക്കളയും. കാരണം അങ്ങനെ മോശമായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. ഇതിൽ കൂടുതൽ മോശമായിട്ട് ചെയ്യില്ല, പറ്റില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ഞാനൊരു സാധനം ചെയ്യാം, അത് ഓക്കെ ആണോ നോക്കുന്നത്. അത് ചിലപ്പോൾ പുള്ളിക്ക് ഓക്കെ ആവും. അതാണ് ഞങ്ങള് ബേസിൽ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഒരു അനിയന്റെ ഭാഗത്തുനിന്ന്. ഇപ്പൊ എനിക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്റെ മകൻ ഇവിടുത്തെ ഡിജിറ്റൽ ഡിവിഷൻ നോക്കുന്ന ആളാണ്. അവനെ വെച്ച് മീറ്റിംഗ് നടത്താൻ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. കാരണം ഞാനൊരു കൽപ്പനയൊക്കെ പുറപ്പെടുവിക്കുമ്പോഴേ ഇവ എന്തെങ്കിലും ഒരു ഡയലോഗ് അടിച്ചാൽ പോയില്ലേ. പൂർവ്വജന്മത്തിൽ നമ്മുടെ ശത്രുവാണ് മകനായി ജനിക്കുക. ശ്രീനേട്ടാ പറയേണ്ടത്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയല്ലോ. നമുക്കിനി 1.5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഈ ലക്ഷങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിനൊരു ഇക്കിളി ഉണ്ടാവും അല്ലേ? കോടികൾ കേൾക്കണോ? ആ ബാങ്ക് ബാലൻസ് എത്ര ഞാൻ ഇന്നലെ പോലെ ആലോചിക്കുക. ഞാൻ ആ ഇന്റർവ്യൂ എടുത്ത് കണ്ടു ധ്യാന്റെ. ഒരുപാട് ബാങ്ക് ബാലൻസ് ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞ ആ ഡയലോഗ് മാത്രമല്ല അത് വളരെ സിൻസിയർ ആയിട്ട് പറയുകയും ചെയ്തു. ഒരു ചാനൽ തുടങ്ങാനുള്ളതൊന്നുമില്ല ഇപ്പൊ. അല്ല, നമുക്ക് നോക്കാൻ തരും. മാത്രമല്ല ധ്യാനെ ഒരു ലെവൽ എത്തിക്കണം തോന്നി നമ്മളൊരു ചാനൽ തുടങ്ങി തരും. അങ്ങനെ തുടങ്ങുവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് അങ്കിളിന് ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് തന്നിട്ട് അങ്കിളിന് അവിടെ റിട്ടയർ. എനിക്ക് മനസ്സിലായി എന്റെ കാലനായി വരുന്നുള്ളത്. ഞാൻ വെറുതെ മുഖസ്തുതി പറയുന്നല്ല, നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന ഒരാളുടെ ഒരു എനർജി നമ്മൾ ഇപ്പോഴും ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ എനർജി. ഞാൻ 36 വയസ്സല്ലേ ഉള്ളൂ, ഞാൻ തുടങ്ങിയിട്ട് 41 വർഷമായി. അതെ, അതല്ലല്ലോ അവസ്ഥ. അപ്പോ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്നൊക്കെ പറയേണ്ടി വരും. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ധ്യാനേ സാധാരണ ആൾക്കാർ ഇത്തിരി രഹസ്യം ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമൊക്കെ ധ്യാൻ പരസ്യമായിട്ടങ്ങ് പറയുള്ളൂ. പഴയ കാര്യങ്ങൾ നമുക്ക് പറയാലോ, ഇപ്പൊ അത് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ചെയ്യാത്തോണ്ടാണ് പറയാൻ പറ്റുന്നത് അല്ലേ? ഓക്കെ, അതെനിക്ക് മനസ്സിലായി. ഒരുപാട് കാര്യങ്ങളിൽ നിയന്ത്രണം ആയി കഴിഞ്ഞു. ഉത്തമനായ ഒരു കലാകാരനായിട്ട് മാറിക്കൊണ്ടിരിക്കും. കലാകാരനല്ല, മനുഷ്യൻ. ഹിറ്റ് ഇന്റർവ്യൂ മേക്കർ എന്നുള്ളതിൽ ധ്യാനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാലേ ഉള്ള സിനിമ പോകത്തില്ലയോ? അല്ല, സിനിമ ഉള്ളതുകൊണ്ടാണല്ലോ ഇന്റർവ്യൂ. പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് കൂലിക്ക് വേറെ ആരുടെയും പ്രൊമോഷൻ പോകത്തില്ലല്ലോ. വിളിക്കുന്നുണ്ടോ? ഏറ്റെടുത്തിട്ടില്ല കേസ് ഇല്ല. അല്ല, അതിനൊരു എമൗണ്ട് വെച്ചാലോ ഒരു പേയ്മെന്റ്? തീർച്ചയായിട്ടും പോകും. അതിനോട് പോകാമല്ലോ. അപ്പൊ 10 ലക്ഷത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ നമ്മൾ മറ്റേ കാര്യം ആലോചിക്കണം. അതായത് ഒരു റേറ്റ് പറഞ്ഞു ഇന്റർവ്യൂ കൊടുക്കുന്നു അല്ലേ? അല്ല, ഇപ്പൊ പറഞ്ഞോളൂ.
കുട്ടേട്ടന് കുട്ടികളെ വളരെ ഇഷ്ടമാണ്. ആ. ധ്യാനിന്റെ മകൾ കല്ലെടുത്തെറിയാൻ ഓടിച്ചപ്പോൾ മണിക്കൂറുകളോളം ഒളിച്ചു നിന്നു എന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ? അങ്ങനെയുണ്ടോ? എത്ര വയസ്സായി മകൾക്ക് ധ്യാന്റെ? മകൻ ഇപ്പൊ 5 വയസ്സ് കഴിഞ്ഞു. 5 വയസ്സായി. സ്കൂളിലൊക്കെ ചേർത്തു അല്ലേ? ഓക്കെ. എന്താ പേരിട്ടിരിക്കുന്നത്? ആരാധ്യ. ആരാധ്യ. അപ്പൊ അങ്ങനെയുണ്ടോ മോളെ ആ കഥ? അല്ല, അതൊന്നുമില്ല. അത് ഈ അജുവിന്റെ മക്കളും ഒക്കെ ഒരു ദിവസം ഇവിടുത്തെ വീട്ടില് വന്ന സമയത്ത്, ചോറ്റാനിക്കര വീട്ടില്, അപ്പൊ അവര് അജുവിന്റെ മക്കളുമായിട്ട് എനിക്ക് വർഷങ്ങളായിട്ട് അവര് ജനിച്ചപ്പോ മുതൽ നമ്മൾ അവരെ കാണുന്നത്, അവരുമായിട്ട് നമ്മളൊരു ബന്ധമുണ്ട്. ബന്ധം മാത്രമല്ല, അവർക്ക് ഞാനൊരു കൂട്ടുകാരനെ പോലെയും വേറെ പ്രായം കുറച്ചു. പക്ഷെ എന്റെ മകൾക്ക് ഞാൻ ഫാദർ ആണല്ലോ. അപ്പൊ പിന്നെ അവള് സ്വാഭാവികമായിട്ടും എന്നെ കുറച്ച് വില വെക്കേണ്ടതാണല്ലോ. അച്ഛൻ സ്ഥാനത്ത് അച്ഛനാണല്ലോ. അപ്പൊ ഇവരൊക്കെ കളിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഓരോന്നൊക്കെ വീട്ടില് മറ്റേ ഇതിനകത്ത് എന്തോ ഒരു കല്ലെടുത്തിട്ട് കൂട്ടത്തില് അജുവിന്റെ ഒരു മോനെടുത്തിട്ട് ഇങ്ങനെ ചുമ്മാ തമാശ ഇങ്ങനെ കല്ലെടുത്തു. പിന്നെ അത് പതിയെ ഈ അജുവിന് 4 മക്കളുണ്ടല്ലോ. ഒരേറ് ഓക്കെ, മക്കള് കൂടുന്നതിനനുസരിച്ച് എണ്ണം കൂടുമല്ലോ. അപ്പൊ ഒരാൾ എറിഞ്ഞ് 2, മൂന്നാമത്തെ ആൾ എറിഞ്ഞ്, 4-മത്തെ ആൾ എറിഞ്ഞു തുടങ്ങിയപ്പോ 5-മത്തെ ആളെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് പിന്നെ ഒരു വലിയ കല്ലെടുത്ത് എറിയുന്ന എന്റെ മോളാ. അച്ഛനോടല്ലേ ബഹുമാനാണല്ലോ. അന്നാണ് എനിക്ക് മനസ്സിലായത് ഇത് ഭയങ്കര തിരിച്ചറിവ്. അപ്പൊ അത് കൂട്ടത്തിൽ കൂടിയിട്ട് എറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അച്ഛനാണെങ്കിൽ എറിയാന്നുള്ളത് ഉണ്ടല്ലോ. അതെ അതാണ് ഇദ്ദേഹം ചോദിച്ചല്ലേ.